ഹായ്, എല്ലാവർക്കും പണിക്കേസ് വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് മായാസ് വ്ലോഗ് എന്ന മായയുടെ ചാനലിൽ വന്ന വാർത്തയാണ് ഈ വീഡിയോ ഇടുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ വീഡിയോയുടെ അവസാനത്തെ ഒരു ക്ലിപ്പുണ്ട്, അതും നിങ്ങളൊന്ന് കാണണം. ഇന്ന് മായയുടെ ചാനലിൽ വന്ന വീഡിയോ ആദ്യം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. സബാനെ സ്ട്രൈക്ക് കൊടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇനി ലൈഫിൽ ചെയ്യുന്നേ ഇല്ലെന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ് സബാന്. മായ ഇതിൽ പറയുന്നത് ഡോക്ടറുടെ ഉദ്ഘാടനവും മറ്റു പരിപാടികളും ചാനലിൽ ലൈവ് വീഡിയോ ഇടുന്ന ആളുകളിൽ പ്രമുഖനായ നമുക്കെല്ലാം അറിയാവുന്ന സബാൻ, അതായത് ട്രാവൽ വിത്ത് സബാൻ എന്ന ചാനൽ. സബാൻ തന്റെ ലൈവ് ആർക്ക് വേണമെങ്കിലും ക്ലിപ്പായോ ഫുള്ളായോ ഉപയോഗിക്കാമെന്നും താൻ അതിന് ആർക്കും സ്ട്രൈക്ക് കൊടുക്കില്ല എന്നും 2 ദിവസം മുമ്പ് ഡോക്ടറുടെ കൊല്ലത്ത് നടന്ന ഉദ്ഘാടന സമയത്ത് ലൈവായി പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയും ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ എല്ലാരും എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോ. നമ്മൾ സ്ട്രൈക്ക് തരുന്നതായിരിക്കില്ല, പല യൂട്യൂബേഴ്സിന്റെയും കണക്ക് നമ്മൾ സ്ട്രൈക്ക് തരില്ല ഗൈസ്. ഇനി ആദ്യം തന്നെ ട്രാവൽ വിത്ത് സബാനിലെ സബാന് 1000 നന്ദി അറിയിക്കുന്നു, കൂട്ടത്തിൽ മായ്ക്കും. കാരണം നാട്ടിലൊന്നും ഇല്ലാത്ത ധാരാളം ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ കൂട്ടുള്ളവർക്ക് ചാനലിൽ ഇടുവാനും കൂട്ടത്തിലുള്ളവരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനും നാട്ടിലുള്ള നിങ്ങളെ കൂട്ടുള്ള വലിയ യൂട്യൂബേഴ്സ് ഇടുന്ന ചില ക്ലിപ്പുകൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് കൊടുക്കാൻ തുടങ്ങിയതോടെ നാട്ടിലല്ലാത്ത ഞങ്ങളെ കൂട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഇനി ഞാൻ പറയാൻ തുടങ്ങിയ കാര്യത്തിലേക്ക് വരാം. ശരിക്കും ഇന്ന് സബാന്റെ ഈ വാക്കുകൾക്ക് അടിത്തറ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും എന്റെ വിശ്വാസം അതുതന്നെയാണ് എന്നാണ്. ഇനി കാര്യത്തിലേക്ക്. കഴിഞ്ഞ ആഴ്ച ഡോക്ടറുടെ ദുബായ് സന്ദർശനമാണ് ഈ നല്ല കാര്യത്തിന് സബാനെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദുബായിലെത്തിയ ഡോക്ടറുടെ വില്ലയുടെ ഇനാഗുറേഷൻ കഴിഞ്ഞുള്ള വീഡിയോ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പവർ അവർ എന്ന ചാനലിലെ ജോണി ചേട്ടൻ എടുത്ത വീഡിയോയിൽ ഡോക്ടർ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരു സീനുണ്ട്. ഡോക്ടറെ അത്രയധികം ഇഷ്ടപ്പെടുന്ന അവർ ഡോക്ടറുടെ ഉദ്ഘാടന വീഡിയോകളെല്ലാം കാണാറുണ്ടെന്നും പക്ഷെ അതൊന്നും എല്ലാവരിലേക്കും എത്തിക്കാനൊന്നും സാധിക്കുന്നില്ല എന്നും ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ജോണി ചേട്ടൻ ഡോക്ടറോട് വ്യക്തമായി പറയുന്ന ഒരു സീനുണ്ട്. ഡോക്ടറെ, പറ്റുമെങ്കിൽ താങ്കളുടെ ലൈവ് ഇടുവാൻ ഒരാളെ കൂട്ടത്തിൽ വെക്കണമെന്നും അത് തങ്ങൾക്കറിയാം എക്സ്പെൻസീവ് ആണെന്നറിയാം, എന്നാലും അത് ഞങ്ങളെ കൂട്ടുള്ളവർക്ക് ഹെൽപ്പ് ആകുമെന്നും ഇപ്പോൾ നാട്ടിലുള്ള ആരുടെയെങ്കിലും വീഡിയോ ക്ലിപ്പുകൾ എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനവർ സ്ട്രൈക്ക് തരാറുണ്ടെന്നും അങ്ങനെ തനിക്കും ആരോ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെന്നും പുള്ളി അതിന്റെ ആരുടെയാണെന്ന് പേര് പറയുന്നില്ല, ആരോ തനിക്കും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഡോക്ടർ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ല, അതായത് ഡോക്ടറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ആള് എനിക്ക് തന്ന കോപ്പീസ് അയക്കും. എന്നിട്ട് ഞാൻ അയാളുടെ റിക്വസ്റ്റ് ചെയ്തു, പേര് പറയില്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഒന്ന് മാറ്റുമെന്ന് ചോദിച്ചു. അയാൾ മാറ്റി തന്നു കേട്ടോ. മാറ്റി തന്നിട്ട് പറയും ഇനി മേലാൽ ആവർത്തിക്കും. അപ്പൊ നമ്മൾ ഡോക്ടറിന്റെ പേരാണ് മറ്റുള്ളവരുടെ എത്തിക്കാൻ വേണ്ടി. ഈ വീഡിയോ ഞാൻ ഒരാഴ്ച മുമ്പ് തയ്യാറാക്കി വെച്ചതാണ്. പക്ഷെ അന്ന് ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ സെറ്റ് ആകുമല്ലോ എന്ന് കരുതി ഞാൻ ഇടാഞ്ഞതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സബാനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും സബാന്റെ വീഡിയോകൾ കാണുന്നത് ഇഷ്ടമാണെങ്കിലും സബാന്റെ വീഡിയോ ക്ലിപ്പുകൾ എടുക്കാൻ ഭയമായിരുന്നു. ഒരിക്കൽ കൂടി സബാന് നന്ദി അറിയിച്ചുകൊണ്ട്, കൂട്ടത്തിൽ മായയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ജോണി ചേട്ടനും എന്റെ പ്രത്യേക നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.